നിരയത്തെ പല്ലുകൾ നല്ല ചിരിയും ഏത് പ്രൊഫഷനിലുള്ളവർക്കും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇത് ഇടാനായിട്ടുള്ള ഒരു കാരണം, ഇന്ന് വന്ന ഒരു ഏജ്ഡായിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ഒരു വിഷമം അവരെന്നോട് ഷെയർ ചെയ്തു. അവരുടെ പല്ലുകൾ നിരയൊത്തല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കറ പിടിക്കുന്നുണ്ട്, എൻ്റെ മോളുടെ പല്ല് നേരെയാക്കണം, അതിന് ഏത് ഏജിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടത് നേരത്തെ ചെയ്തില്ല. അപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ പേരൻസ് അത് ചെയ്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിഷമം. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാനുള്ള, നിങ്ങളുടെ ഏജ് എത്രയാണെങ്കിലും നിങ്ങൾക്ക് നേരെ ആക്കാനായിട്ട്, പല്ല് കെട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് ഏജ് ഒരു പ്രശ്നമല്ല. അത് നിങ്ങൾക്ക് ആകെയുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ഗംസ് ഹെൽത്തി ആയിരിക്കണം. മോണപഴുപ്പോ അങ്ങനെയുള്ള പല്ലുകൾ ഒട്ടും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ മാത്രമേ നമുക്ക് പല്ല് കെട്ടി നിരയാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുള്ളൂ. പക്ഷേ അതിനും പല ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങളുടെ ഏജ് ഏതാണെങ്കിലും നിങ്ങൾക്ക് പല്ല് ആക്കണം എന്നുണ്ട് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ, കട്ട ഒട്ടിച്ചതും കട്ടയില്ലാത്തതും ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റീൽ കട്ടയല്ലാതെ പല്ലിൻ്റെ അതേ നിറയുള്ള കട്ടകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് പല്ല് നിരയാക്കാൻ അത്ര ഏജ് തന്നെ ആവണമെന്നില്ല. 6 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളുടെ പല്ലുകൾ നിരയാക്കാനുള്ള പ്രീ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അപ്ലയൻസുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്. ഒരു 12 വയസ്സ് മുതൽ 20 വയസ്സ് ഉള്ള സമയത്ത് ഫിക്സ്ഡ് നമ്മുടെ കട്ട ഒട്ടിച്ചുള്ള അപ്ലയൻസ് വെച്ച് നമുക്ക് പല്ല് നിരയാക്കാൻ സാധിക്കും. എപ്പോഴും അതാണ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിൻ്റെ അടുത്താണ് നമുക്ക് എപ്പോഴും ഏറ്റവും നന്നായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങളുടെ ഏത് ഏജിലാണെങ്കിലും നിങ്ങളുടെ പല്ല് കെട്ടാൻ സാധിക്കും. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ പോലും ക്യാപ്പ് ചെയ്തും അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്തും പല്ല് നിരയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നന്നായിട്ട് ചിരിക്കാനായിട്ട് ഏജ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.